الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان، فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശന വിധിവിലക്കുകൾ ജീവനത്തിലെ പ്രതി ഓരോ സന്ദർഭത്തിലും, ഞങ്ങളുടെ രഹസ്യ ജീവനത്തിലും പരസ്യ ജീവനത്തിലും സംസാരത്തിലും സ്വഭാവത്തിലും വ്യവഹാരത്തിലും എല്ലാ നിലക്കും അള്ളാഹുവരെ സൂക്ഷിച്ചിട്ട് ഏറ്റവും നല്ല തഖ്വത്തൊട്ടിಗೆ ജീവിക്കണോ ചെന്ന് ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಾಂಟು ಉಡಕೂಡಿಯದಾಯ ಓರೋ ವಿಶ್ವಾಸಿನಿಮಾರೊಟ್ಟಿಗೆ ನಾನು ವಸಿಯತ್ತಾಕಿ ಉಂಟುಲ್ಲೆ, ಉಪದೇಶ ಹಾಕಿ ಉಂಟುಲ್ಲೆ. അള്ളാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും നാളെ മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് മരിക്കുകയും അതേപോലെ നാളെ പരലോകത്ത് അവിടെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒട്ടിಗೆ ಸೇರಗುಳ್ಳದಾಯ മഹാസൗഭാഗ്യ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ചർച്ചയായിട്ടുള്ള വിഷയമായി തിക്കറ് ഒരു 2 വാറായിട്ട്
പരസ്പര സോഷ്യൽ മീഡിയയിലും ചാനലിലുമെല്ലാം ചർച്ചാ വിഷയമായി തിക്കറ് തീവ്രവാദവും അതുപോലെ യുദ്ധങ്ങളുമെല്ലാം തിക്കറും ദൈനംദിനമായിട്ട് ഓരോ വാർത്തയും ഞങ്ങൾ കേട്ടോണ്ടുള്ള ലോകത്തുറെ മുഴുവൻ ഏറെയുള്ള സ്ഥലത്തുമെല്ലാം അക്രമങ്ങളും കൊലപാതകങ്ങളും അതുപോലെ യുദ്ധങ്ങളുമെല്ലാം നടന്നുകൊണ്ടുണ്ട്. ഓരോ ദിവസവും നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ആൽമാറായി തിക്കറ് ലോകത്തൊരു വ്യത്യസ്തമായ ജാഗയിൽ മരിച്ചു പോന്നുകൊണ്ടുള്ളേ. ഫലസ്തീനിലാവട്ടെ, കാശ്മീരിലാവട്ടെ, അല്ലെങ്കിൽ ലോകത്തൊരു വ്യത്യസ്തമായ ജാഗയിലും എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ട ഓരോ വാർത്തയുമായി തിക്കറ് കണ്ടുകൊണ്ടുള്ളേ. യുദ്ധ ചെല്ലത് അത് ഏറ്റവും ഭയാനകമായി തിക്കറും. യുദ്ധം കൊണ്ടൊത്തു ആർക്കും ഒരു നേട്ടമുണ്ടാവില്ല. പരസ്പര നഷ്ടങ്ങളുടെ കഥകൾ മാത്രമായി തിക്കറും. ആൾനഷ്ടവും കച്ചവടവും അതുപോലെ ജോലിയും സ്ഥലവും സ്ഥാപനവും എല്ലാം നഷ്ടപ്പെട്ട ചരിത്രമേ ആയി തിക്കറ് യുദ്ധത്തിലുള്ളത്. ആർക്കും നേട്ടമുണ്ടാവില്ല. വലിയ നഷ്ടമായി തിക്കറ് മനുഷ്യന്മാർക്കുണ്ടാവുക. മാതാപിതാക്കന്മാർക്ക് മക്കളെയും മക്കളെ മാതാപിതാക്കന്മാർക്കും സഹോദരക്ക് സഹോദരിയെയും അതുപോലെ ഭാര്യക്ക് ഭർത്താവുരെയും ഭർത്താവുക്ക് ഭാര്യരെയും എല്ലാം നഷ്ടപ്പെട്ടതായി ചരിത്രമായി തിക്കറ് യുദ്ധ സമ്മാനമായിട്ട് നൽകരുത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ രാജ്യത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഖമായിട്ട് ജീവിച്ചുകൊണ്ടുള്ള പുറത്തിറങ്ങൂ, പുറത്തു പോകും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുടുംബ സന്ദർശനവും ജോലിക്ക് പോകും, കച്ചവടം നടത്തുകയും ഇണ്ട് ഞങ്ങൾക്ക് നല്ല സമാധാനത്തിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ള അള്ളാഹു തൻ്റെതായി വലിയ ഒരു നിഅമത്തായി തിക്കറ് അൽ അംനു ചെല്ല നിർഭയത്വ. ഭയമില്ലാമാറ് ഒരു ജീവന, പേടിയില്ലാത്ത ഒരു ജീവന അള്ളാഹു നൽകേണ്ടായെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു നിഅമത്തായി തിക്കറ്. ആ നിഅമത്തുക്ക് ശുക്ർ കാട്ടുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നല്ല ഒരു ജീവിതമായി തിക്കറ് തന്നോണ്ടുള്ളേ. പുറത്തിറങ്ങി പോകും, ജോലി ചെയ്യകും, കച്ചവടം നടത്തുകയും യാത്രയാക്കുകയും ഉണ്ട്. ഞങ്ങൾക്ക് നല്ല സുഖത്തിൽ പോകാം. ഒരു യുദ്ധമുണ്ടാവട്ടെ, ഒരു കൊലപാതകങ്ങൾ ഉണ്ടാവട്ടെ, ഞങ്ങൾക്ക് പ്രയാസ പിന്നല്ല ബന്ധായി തിക്കറും. കച്ചവടമാക്കൂ സാധ്യാവില്ല, കുടുംബ സന്ദർശന സാധ്യാവില്ല, ജോലിക്ക് പോകുക സാധ്യാവില്ല, പഠിക്കുക പോകുക സാധ്യമല്ല. ഇങ്ങനെ പല നിലക്കുള്ളതായി നഷ്ടങ്ങളായി തിക്കർ ഞങ്ങൾക്ക് സംഭവിക്കുള്ളത്. അതുകൊണ്ടു അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായ അനുഗ്രഹത്തിന് എപ്പോഴും നന്ദിയുള്ളതായ ആൽമാരാവണോ, ശുക്റുള്ളതായ ആൽമാരാവണം. ഇത് തന്നതായ ഒരു നിഅമത്തായി തിക്കറ്, അതിന് നന്ദി കാട്ടണം. അല്ലേ, ജമാഅത്ത് നിസ്കാരത്തിന് ഇപ്പോൾ ഞങ്ങൾക്ക് ബറകു സാധ്യാവൂർ യാതൊരു പ്രയാസവുമില്ല. ജമാഅത്ത് നിസ്കാരത്തിന് വരാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ പുറത്തിറങ്ങൂ ഔത്തുല്യത്ത് പുറത്ത് പറകൂ സാധ്യമില്ലാത്ത അവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് കിട്ടിയതായ ഈ സന്ദർഭത്തിൽ ഈ അവസരങ്ങൾ, സമയ, ആരോഗ്യ അതെല്ലാം അള്ളാഹുര മാർഗത്തിക്ക് ഉപയോഗിക്കും. പള്ളിക്ക് ബറകു സാധ്യാവുರಂಟೆങ്കിൽ പള്ളിക്ക് ജമാഅത്തിക്ക് ബറകു നിങ്ങൾക്ക് സാധ്യാവും. അതായത് റൗണ്ടിട്ടുള്ളതായി നന്ദി ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർഭയത്വര വിഷയം ഞങ്ങൾക്ക് പടിപാട്ടി ತಂತು. എന്തായി ತಿಕ್ಕರು ಅಮ್ನು ಚೆಂದಂಗೆ, ನಿರ್ಭಯತ್ವ ಚೆಂದಂಗೆ ಅಂದರೆ ಅಮ್ನು ಚೆಂದಂಗೆ ಅಂದರೆ ಅಮ್ನು ಕಿಟ್ಟಿಯ ಉಂಡೆ ಅವಸ್ಥೆ ಎಂದಾಯಿ ತಿಕ್ಕರು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಚಂತು ಮನ್ ಅಸ್ಬಹ ಮಿಂಕುಂ ಆಮಿನನ್ ಫೀ ಸಿರ್ಬಿಹಿ ಮುಆಫನ್ ಫೀ ಜಸದಿಹಿ ಇಂದಹು ಕೂತು ಯೌಮಿಹಿ ഫകഅന്നമാ ഹീസത് ലഹുദ്ദുനിയ ബിഹദാഫീരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത നിങ്ങളെ കുടുംബത്തിൽ, നിങ്ങളെ രായത്തിൽ
നിങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കൂ സാധ്യാവുറ. ആർക്കെങ്കിലും ഉണ്ടേ കുടുംബത്തിലും ഔത്തിലും രായത്തിലും ഒരാൾക്ക് സമാധാനത്തിൽ ജീവിക്കൂ സാധ്യാവുറ ഉണ്ടായെങ്കിൽ മുആഫൻ ഫി ജസദിഹി, അവരുടെ ശരീരത്തിൽ യാതൊരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടും എന്തുമില്ല, രോഗന്തുമില്ല, നല്ല ആരോഗ്യമുണ്ട്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുണ്ടായെങ്കിൽ ഇന്ദഹു കൂത്തു യൗമിഹി, ഒരു നാളത്തെ ഫുഡ് തിന്നകുള്ള ഗതി നിങ്ങൾക്ക് ഉണ്ടുണ്ടായെങ്കിൽ, ഒരു നാളത്തെ ജീവന പോകുള്ളതായ സ്വത്തു അല്ലെങ്കിൽ ഫുഡു ഭക്ഷണം നിങ്ങൾക്ക് തിന്നകൂ സാധ്യ അവരുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ല അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്ക് കിട്ടുണ്ടായെങ്കിൽ ഔത്തുൽ നല്ല സമാധാനമുള്ള ജീവിതം. അതുപോലെ ഒരു നാളത്തെ ഫുഡ് തിന്നുള്ളതായ സാമ്പത്തിക ശേഷി ഉണ്ടാവുകൂ, ആരോഗ്യമുണ്ട്, യാതൊരു രോഗവുമില്ല. ಅವನಿಗೂ ದುನಿಯಾವು ಲಭಿಸದಕ್ಕೆ ತುಲ್ಯമായി ತಿಕ್ಕರು. ಇಡೀ ದುನಿಯಾವು ಕಿಟ್ಟಿಯದಕ್ಕೆ ಸಮಾನ. ഈ മൂന്ന് വിഷയം ഒരാൾക്കിന്ന് ഉണ്ടായെങ്കിൽ അവനക്ക് ദുനിയാവ് ലഭിച്ചതുപോലെ സമാധാനമുള്ള ജീവിത ഔത്തുലാവട്ട്, കുടുംബത്തിലാവട്ട്, അതുപോലെ റായത്തിലാവട്ട് നല്ല ശാന്തിയുള്ള ഒരു വാതാവരണ, ഒരു മാഹോൽ ഉണ്ടുണ്ടായെങ്കിൽ ലോകം കിട്ടിയത് സമാനമായി തിക്കറ്. ഇത് നഷ്ടപ്പെട്ടതായി എത്രയോ ആൽമാറുണ്ട്. പുറത്തിറങ്ങൂ സാധിക്കാമാർ കഷ്ടപ്പെടുന്നതായി എത്രയോ റായത്തുള്ള ആൽമാർ നിങ്ങൾ കണ്ടിട്ടുള്ള. ഔത്തുൽ പോലും ജീവിക്കൂ സാധിക്കാത്ത ആൽമാർ എപ്പായി തിക്കറ്. ഞങ്ങളെ ഔത്തുറ മേല് ബോംബ് പോലേ ചന്ത് പേടിച്ചോണ്ടുള്ള ഔത്തുൽ പോലും സമാധാനം ഇല്ലാത്ത ആൽമാർ ഇണ്ടും എത്രയോ രായത്ത് ജീവിച്ചോണ്ടുള്ളാറ്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് നൽകിയാണ്. ഇതൊക്കെ നന്ദി കാട്ടുന്നത് ഞങ്ങളെ ബാധ്യത്തായി തിക്കറ്. അനാവശ്യമായിട്ടുള്ള ദൂർത്തെന്തും പാടില്ല അല്ലേ. കല്യാണത്തുക്ക് വിവാഹത്തുക്ക് ദൂർത്തെടുക്കുന്നതായ ആൾമാർ, പരീക്ഷണ വരുമ്പത്തുക്ക് ദൂരം നിണ്ട ആൾമാർ, കൊറോണ പോലത്തെ രോഗം വന്നപ്പോൾ പലതിലും ദൂരം നിണ്ട അനാവശ്യമായിട്ടുള്ള ദൂർത്തുൽ നിന്നിട്ട് വിവാഹ ദൂർത്തുൽ നിന്നിട്ട് മാറി നിன்ற അത് പോയപ്പോൾ വീണ്ടും സ്റ്റാർട്ടാക്കിയ ആൾമാർ, ദൂർത്തടിക്കുന്നതായ ആൾമാർ, സമ്പത്തുണ്ടെങ്കിൽ എന്തുമാവാ ചന്ത് ദൂർത്തടിക്കുന്ന ആൾമാർ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഏത് സന്ദർഭത്തിലായി തിക്കറ് ഞങ്ങളെ പിടിക്കിற ചന്ത് ചെല്ലകു സാധ്യമല്ല. അനാവശ്യമായിട്ടുള്ളേ എല്ലാ ദൂർത്തുല്യന്തും മാറി നിൽക്കണം. ഫഖ്റ് ചെല്ലത്, കിബ്റ് ചെല്ലത് അത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒർക്കതും ഉണ്ടാവുക തീരാം. അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയതായ സമ്പത്തിൽ പാവപ്പെട്ട ആൽമാർക്ക് കൊടുക്കുകയുള്ളതായ മനസ്സും നമുക്ക് വേണോ. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഔത്തുറെ ഇൻറ്റീരിയർ വർക്ക് ആക്കുമ്പോഴത്തേക്കു നിരക്കരൽ ബുദ്ധിമുട്ടൊരു പ്രയാസത്തിൽ അനുഭവിക്കുന്നതായ വീടില്ലാത്ത ആൽമാർ അതെല്ലാം നോക്കുറാറ് ചെല്ലതായ നെനപ്പ് നമുക്ക് വേണം. അങ്ങനെയുള്ള കൊടുക്കൂ, സമ്പത്തിൽ ചെലവാക്കൂ, സ്വതക്കാക്കൂ, ദാനധർമാക്കൂ. ആ മനസ്സിന്നുണ്ടായെങ്കിൽ അള്ളാഹു വീണ്ടും വീണ്ടും തറുവാണ് ചന്തായി തിക്കറ്. ഖുർആൻ നമുക്ക് പടിവാട്ടിത്തണ്ട്. റബ്ബുക്കും അള്ളാഹുരെ വാഗ്ദാനായി തിക്കറ്, അള്ളാഹുരെ വാഗ്ദാനായി തിക്കറ്, അള്ളാഹു അറിയിച്ച കാര്യമായി തിക്കറ്. ലൈൻ ശക്കറുത്തും, നിങ്ങൾ എത്ര ശുക്രാക്കുറാറ്, എത്ര അള്ളാഹുക്ക് നന്ദി കാട്ടിത്ത് ജീവിക്കുറാറ്. ലഅസീദന്നകും, നിങ്ങൾക്ക് യാരമേ ആക്കി തരുവാൻ. അള്ളാഹുരെ മാർഗത്തിൽ നിങ്ങൾക്ക് ചെലവാക്കുകയുള്ളതായ മനസ്സിന്നെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഇനിയും യാര തരുവാൻ, ഇനിയും അള്ളാഹു യാര തരുവാൻ. നിർഭയത്വം നിങ്ങൾക്ക് യാര തരുവാൻ. വലഇൻ കഫറത്തും, ഇനി നന്ദികേട് കാട്ടിയുണ്ടായെങ്കിൽ, നിഷേധിച്ചുണ്ടായെങ്കിൽ, ഇന്ന അദാബീ ലശദീദ്, നന്റെ അദാബ് കഠിനമായി തിക്കറ്. ഏതു നിലക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ പരീക്ഷിക്കാം. അതുകൊണ്ടൊത്തു അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയതായി ഈ അനുഗ്രഹത്തിന് എപ്പോഴും നന്ദി കാട്ടണം. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ചരിത്ര പരിപാടി തണ്ട്. മക്ക രാജ്യ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയതിൽ പിന്നെ 7 വർഷത്തോളം മക്ക ചെല്ലത് രാജ്യ ചെല്ലത് എല്ലാ നിലക്കും സുസജ്ജിതമായിട്ടുള്ള ഒരു രാജ്യമായി തിക്കറ്. നാനാഭാഗത്തിൽ നിന്ന് ആഹാരങ്ങളും ഫലവർഗങ്ങളും വന്ന് എത്രതായി ഒരു പ്ലേസായി തിക്കറ് മക്ക ചെല്ലത്. ഇന്നും അതേപോലെ തിക്കറ്. ഓടെ കിട്ടത്ത് ലോകത്ത് ഓടെയും കിട്ടാത്ത വസ്തു അവിടെ നമുക്ക് കിട്ടകു സാധ്യാവും. അവിടെ കിട്ടാത്ത ഒരു വസ്തുവുമില്ല. എല്ലാ രാജ്യത്തിൽ നിന്ന് അവിടേക്ക് വന്നുകൊണ്ടിക്കറ്. അങ്ങനെ ഏറ്റവും നല്ല അനുഗ്രഹമുള്ളതായ ഒരു രായ, സമാധാനമുള്ള അമ്നുള്ളതായ രായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആർന്ന് അള്ളാഹുവെ അമ്നും സുരക്ഷിതത്വവും സമാധാനം നീ കൊടുക്കണേ ചന്തുല്ലേ. ആ ദുആ നടത്തിയതായ ആ രായ അവിടെ എന്താക്കിയാർ അവിടുത്തെ ആൽമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തായിട്ട് വന്നപ്പോൾ അവിടുത്തെ ആൽമാർ അത് നിഷേധിച്ചിട്ട് അവിടുത്തെ റായത്തുല്ലത്ത് മുസ്ലിമീങ്ങളെ ഓടുപാട്ടിയാർ. അങ്ങനെ ഹിജ്റ പോണ്ടാർ. അതിൽ പോയതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അൻക്ക് വലിയ പരീക്ഷണ കൊടുത്താൻ. അതായത് ഇക്റ് അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ നെനപ്പാക്കി തന്നത് സമാധാനത്തിലുള്ളതായ രായത്തെ എങ്ങനെ അള്ളാഹു കഷ്ടപ്പെടുത്തുവാൻ. വദറബല്ലാഹു മസലൻ ഖറിയതൻ കാനത്ത് ആമിനത്തം മുത്മഇന്ന. അള്ളാഹു ഒരു രായത്തെ മക്ക രാജ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. അത് ഓടെയും ഉണ്ടാവും, ഏത് രായത്തും ഉണ്ടാവും. അള്ളാഹുരെ പരീക്ഷണ വരും. കാനത്ത് ആമിനത്തം മുത്മഇന്ന, സുരക്ഷിതമായിട്ടുള്ള ഒരു രായത്തിക്കറ. ഇവിടെന്തും ഒരു പ്രയാസമുണ്ടാവലെ. ബഹുഭൂരിപക്ഷ വേണ്ടതായ ആൽമാറുള്ളതങ്ങ. അതുകൊണ്ടു ഇവിടെ യാതൊരു പ്രയാസവും ഉണ്ടാവല, ഒരു പേടിയും ഉണ്ടാവല ചന്തു വിചാരിക്കണ്ട. കാനത്ത് ആമിനത്തം മുത്മഇന്ന, സമാധാനമുള്ള ശാന്തമായിട്ടുള്ള നിർഭയത്വമുള്ളതായ ഒരു രായ ആയിത്തിന്ത്. അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ല് വ്യത്യസ്തമായിട്ടുള്ള റായത്തുല്യത്ത് അവിടേക്ക് റിസ്ക് ഇങ്ങനെ വന്നോണ്ടിന്ത് ഇഷ്ടം പോലെ റിസ്ക്കായി തിക്കർ വന്നോണ്ടുള്ളേ. പക്ഷേ ഫകഫറതു ബി അൻഉമില്ലാ, ആ അനുഗ്രഹത്തുക്ക് അങ്ങ് നന്ദി കേട് കാട്ടിയാറ്. അങ്ങ നന്ദിയില്ലാത്ത വർഗമായിട്ട് തീർന്നാറ്. ഫഅദാകഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അള്ളാഹു പിന്നെ നന്ദി കേട് കാട്ടിയണ്ടായെങ്കിൽ കൊടുക്കുറ. പിന്നെന്തായി തിക്കറ് ഫഅദാകഹുല്ലാഹു ലിബാസൽ ജൂഇ, പിന്നെ പട്ടിണി കൊടുത്താൻ. പിന്നെ കൊടുക്കുന്നത് കച്ചവട നഷ്ടമായി തിക്കറ്. ലാഭം ഉണ്ടാവല, പിന്നെ നഷ്ടം കൊടുത്തോണ്ടിക്കുവാൻ. ഫുഡ് ഉണ്ടാവല. ജൂ കഷ്ടപ്പാട് അള്ളാഹു കൊടുക്കുവാൻ. നന്ദി കേട് കാട്ടിയണ്ടായെങ്കിൽ കഷ്ടപ്പാട് അള്ളാഹു കൊടുക്കുവാൻ. വൽ ഖൗഫി, അതുപോലെ പേടിയും അള്ളാഹു ഇട്ട് കൊടുക്കുവാണ്. അല്ലെ, പല നിലക്കുള്ളതായ അപകടങ്ങൾ, യുദ്ധങ്ങൾ, ഇങ്ങനെ പലതും അള്ളാഹു ഇട്ട് കൊടുക്കുവാൻ. ബിമാ കാനൂ യസ്നഊൻ, അങ്ങ് ആക്കിയതായ ഈ നിഷേധത്തുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കഷ്ടപ്പാടുണ്ടാക്കി കൊടുക്കുവാൻ. ഇപ്പം ഏത് സന്ദർഭത്തിലും കഷ്ടപ്പാടുണ്ടാവും. മക്ക രാജ്യത്തിൽ തിന്നകില്ലാമാർ കഷ്ടപ്പെട്ട് ജീവിച്ചാർ. ചോര കുടിച്ചെത്തും ചത്ത നായ പോലും തിണ്ടെത്ത് ജീവിക്കുന്നതായ അവസ്ഥ അവിടെ ഉണ്ടായിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊട്ട പോയിട്ട് അവിടെ കഷ്ടപ്പാടുടെ വിഷയം ചെന്നപ്പോൾ അവിടുത്തെ മുഅ്മിനീങ്ങളായ ആൽമാരോടെ ഫുഡെല്ലാം കടത്തി കൊടുത്താർ. ചന്തായി തിക്കറ് ചരിത്രമുല്ല. അതുകൊണ്ടു അള്ളാഹു സുബ്ഹാനഹു തആല തന്നതായ നിഅമത്ത് എപ്പോഴും നമ്മ ഓർത്തോണ്ടിക്കോൺ. മഹാനായ ഹാത്തിമുൽ അസം റഹിമഹുല്ലാ നിങ്ങൾക്ക് പടിപാട്ടിയത്തണ്ട് കിട്ടിയതായ സുഖ സൗകര്യ ಅದರ ಬೆಲೆ നമുക്ക് മനസ്സിലാക്കുക സാധ്യാവില്ല. അല്ലേ, അർബഅത്തുൻ ലാ യഅരിഫു ഖദ്റഹ ഇല്ലാ അർബ. നിങ്ങൾ കേട്ടതായി തിക്കർ 4 കാര്യങ്ങൾ ಅದರ ಬೆಲೆ ಅವನಿಗೆ മനസ്സിലാവില്ല. ഇല്ല അർബ, ആ 4 വിഷയം അവനക്ക് ബണ്ടോടത്തോളം മനസ്സിലാവില്ല. 4 വിഷയം ಬಂದು എത്തണം ഒരു മനുഷ്യക്ക്. അവിടുത്തോളം ಅದರ ಬೆಲೆ ಅವನಿಗೆ മനസ്സിലാക്കുക സാധ്യമല്ല. സമാധാനത്തിൽ ജീവിക്കണങ്ങ
ഞങ്ങൾക്ക് എന്തായിത്തിക്കറ് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്തേ ചെന്ത ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് ബണ്ടറത്തോലോ എന്തായിത്തിക്കറ് 4 വിഷയ പടിപാടിതണ്ട്. ഒന്ന് കതുറു ഷബാബ്, അള്ളാഹു തന്നതായ ഷബാബ് യുവത്വ, നല്ല യുവത്വ. ലാ യഅരിഫുഹു, ಅದರ ಯುವಾವು ಗೊರ್ಕತ್ತಿಗೂ ಮನಸ್ಸಿಲಾಕೋಗೂ ಸಾಧ್ಯ ಅಲ್ಲ, ಬಾಲಕಾರಗೆ ಮನಸ್ಸಿಲಾಕೋಗೂ ಸಾಧ್ಯ ಅಲ್ಲ. ಇಲ್ಲ ಶುಯೂಹು, ಅದರ ಮನಸ್ಸಿಲಾಕರವನು വയസ്സായ ആളായിത്തിക്കറ്. വയസ്സാവറത്തോളം അവൻ്റെ ആരോഗ്യ, അവൻ്റെ യുവത്വ, അവൻ്റെ ഷബാബ് അവനക്ക് മനസ്സിലാവില്ലേ. പ്രായമാകുമ്പത്തുകു കൈകാലക്ക് ക്ഷീണ ಬರಂಬತ್ತುಗು, ബുദ്ധിമുട്ട് ಬರಂಬತ್ತುಗು, തളർച്ച ಬರಂಬತ್ತುಗು ಅವನು ಅವನು ഓർക്കുവാൻ, തൻ്റെ യുവത്വത്തെ അവന് ഓർക്കുവാൻ, തൻ്റെ നല്ല കാലത്തെ അവന് ഓർക്കുവാൻ. അവിടുത്തോലോ അവന് കിട്ടിയതായ ഷബാബുർ അവനക്ക് നെനപ്പുണ്ടാവലെ. ഷബാബുൽ ആക്കുമ്പൊത്തുകു ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാണ്ടിക്കുമ്പൊത്തുകു പടച്ചോനെ തൻ്റെ സമയങ്ങൾ നാം വേസ്റ്റാക്കിയല്ലേ. നിസ്കാരവുമില്ല, ഒന്നുമില്ല, ദീനുമെന്തുമില്ല. ರೋಗ ಬರಂಬತ್ತುಗು ಪಿನ್ನ ನೆನಪಾವರು, ಮರಣത്തെ ಅವನಿಗೆ ನೆನಪಾವರು, ನಕ್ಕು ഒന്നും ചെയ്യകു സാധ്യ ആയിത്തില്ല ചെന്തവನು ബിയരിക്കുവാൻ. അതുകൊണ്ടൊത്തു ആരോഗ്യമുള്ളതായി, ആ ഷബാബുള്ളതായ യുവത്വമുള്ളതായ സന്ദർഭത്തിൽ നിങ്ങൾ യാര അധ്വാനിക്കണോ ചെന്തായിത്വിക്കറ് പണ്ഡിതന്മാർ പടിപാട്ടിത്തണ്ടത്. അതേപോലെ വീണ്ടും രണ്ടാമതായിട്ട് പടിപാട്ടി കദറുൽ ആഫിയ, ആഫിയത്തിലെ സൗഖ്യത്തെ വിഷയവണകു, ಅದರ ಬೆಲೆ ಅವನು ಲಾ ಯಅರಿಫುಹು മനസ്സിലാക്കല്ല. ഇല്ല അഹ്ലുൽ ബലാ, പരീക്ഷിക്കപ്പെട്ടതായ ആൽമാറുകളാണ്ട്, ആ രായത്തെ ആൽമാറുകളാണ്ട്, കഷ്ടപ്പാട് വന്ന് പ്രയാസങ്ങൾ വന്ന് യുദ്ധങ്ങളുണ്ടായി രായത്തെ ആൽമാറുകളാണ്ട് ഞങ്ങൾക്ക് ഈ രായത്തുള്ള ആൽമാറുക സൗഖ്യന്ദ്രെ ചെന്ത് മനസ്സിലാക്കുക സാധ്യമല്ല. ആ ഒരു അവസ്ഥ ബർമ്പൊത്തുകായിത്തിക്കറ്. ഞങ്ങൾക്ക് രോഗം ಬಂತು, കൊറോണ ചെല്ലേ സീക്ക് വന്നപ്പ അപ്പ മനസ്സിലാക്കിയ ഏതല്ല ഞങ്ങൾക്ക് ഞങ്ങളെ ആ സൗകര്യ, ആ സുഖ സൗകര്യം ಅಂದ್ರೆ ಅಂತ ಅಪ್ಪ മനസ്സിലായിര്. കഷ്ടപ്പാട് ബർമ്പൊത്തുಕು, ഒരു യുദ്ധ ബർമ്പൊത്തുಕು ഞങ്ങൾക്കൊಂತ ಅವರು അല്ലേ ഓടിക്കും പോവാത്ത അവസ്ഥ, ഒരു കച്ചവടമാക്കുക ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. അങ്ങനെ കഷ്ടപ്പാട് ഉള്ളതായി പരീക്ഷിക്കപ്പെട്ടതായ ആൽമാറുകളാണ്ട് സൗഖ്യത്തിരെ ಬೆಲೆ മനസ്സിലാക്കുക സാധ്യമല്ല. അതുപോലെ മൂന്നാമതായിട്ട് പടിപാട്ടി കദറു സിഹ, ആരോഗ്യത്തിരെ ಬೆಲೆ സീക്കില്ലാത്ത ഒരു അവസ്ഥ. ആരോഗ്യം സീക്കില്ലാത്ത ആൽമാർക്ക് സീക്കുള്ള ഉണ്ടേ ആ പ്രയാസ മനസ്സിലാക്കുക സാധ്യമല്ല. ലാ യഅരിഫുഹു ഇല്ലൽ മർള, അല്ലേ രോഗിയായ ആൽമാറുകളാണ്ട് ആരോഗ്യത്തെ വില മനസ്സിലാക്കുക സാധ്യാവല. എന്തെങ്കിലും ഒരു സ്റ്റോണിൻ്റെ ചെറിയ നൊമ്പല പറമ്പത്തുകു അപ്പായിത്തേക്കറ് എൻ്റെ ശരീരത്തിൽ കിഡ്നി ഉണ്ടാ ചെന്ന് മനസ്സിലാക്കറേ. ഇങ്ങനെ ഒരു നൊമ്പല, ഒരു ചെറിയ ഒരു കല്ല് ശരീരത്തിൽ ഒരു ചെറിയ ഒരു സ്റ്റോണിൻ്റെ ഒരു നൊമ്പല വന്നെങ്കിൽ മയവും ഞങ്ങൾക്ക് തടുക്കകു സാധ്യാവില്ല. അപ്പം ആരോഗ്യത്തെ ബലവും മനസ്സിലാക്കുവാൻ എത്രയോ ഹോസ്പിറ്റലിൽ കിടന്നതായ ആൽമാർ, പ്രയാസപ്പെട്ട ആൽമാർ, കഷ്ടപ്പാട് ഞങ്ങൾക്ക് ചെല്ലകു സാധ്യ. പക്ഷേ ആരോഗ്യമുള്ളേ മുട്ടവുള്ള സന്ദർശനത്തിക്ക് പോയി ആ ആളുകൾ അവൻ്റെ പ്രയാസത്തെ മനസ്സിലാക്കൂ, രോഗിയുടെ വേദന മനസ്സിലാക്കൂ, അവൻ്റെ നൊമ്പല മനസ്സിലാക്കൂ. ആരോഗ്യമുള്ളേ അവനക്ക് സാധ്യവില്ലേ. അപ്പോൾ ഈ ആരോഗ്യമുള്ളതായ സന്ദർഭത്തിൽ നീ പ്രവർത്തിക്കണോ ചെന്തായിത്തിക്കറ് പണ്ഡിതന്മാർ പടിപാട്ടി തന്നെ. അതുപോലെ ഈ ജീവിതത്തിലെ ബല മനസ്സിലാക്കണുണ്ടായെങ്കിൽ ಅವನು ಈ ಲೋಕದಲ್ಲಿ ಅಲ್ಲಾಹು ತನ್ನದಾಯ ಈ ഒരു ഈ ആയുസ് ಅದರ ಬೆಲೆ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മരണപ്പെട്ടു പോകണോ അപ്പായിത്തേക്കർ മനസ്സിലാവറേ ഇല്ലൽ മൗത്ത, മരിച്ചു പോയതായ ആൽമാർഗല്ലാണ്ട് ഈ ജീവിതത്തിലെ ഹയാത്തിലെ കദറുൽ ഹയാത്ത്, ഈ ഹയാത്തിലെ ಬೆಲೆ മനസ്സിലാക്കണോ മരിച്ചവനായിത്തേക്കറ അത്ര പ്രാമുഖ്യത്തെ ഉണ്ടു. ഒരു 4 കിട്ടി തിന്നെങ്കിൽ അല്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരു 4 കിട്ടി തിന്നെങ്കിൽ തിരിച്ചു വന്നിട്ട് ഞാൻ ഇബാദത്തെടുക്കാത്ത ചന്ത് മരിക്കുന്നതായ സന്ദർഭത്തിൽ പോലും മനുഷ്യ ചെല്ലുവാൻ ഖുർആൻ പടിപാട്ടിയ മരിക്കരെ ആ ഒരു സമയത്ത് പോലും അവൻ്റെ ചിന്തനായി തിക്കറ് റബ്ബി ലൗല അഖർതനി ഇല അജലിൻ ഖരീബ്, ഒരു ചെറിയ ഒരു ടൈം കൊണ്ട റബ്ബേ ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിയാവുറെ
ನಾನು ಸ್ವದಕ್ಕಾಕರೆ ದಾನ ಧರ್ಮ ಹಾಕರೆ ചെന്തു പോവാൻ. അപ്പം ഹയാത്തുരെ ബലെ മനസ്സിലാക്കരണം മരണപ്പെട്ടവനായി തിക്കറ അവിടുത്തോലോ ഈ 4 കാര്യത്തെ സംബന്ധിച്ചിട്ട് ഈ സുഖസൗകര്യത്തെ സംബന്ധിച്ചിട്ട് അവന് മനസ്സിലാക്കുക സാധ്യാവില്ല. അതുകൊണ്ടൊത്തു കിട്ടിയതായ ഈ സമയ, ഈ ആരോഗ്യ, ഈ നല്ല നല്ല സമയങ്ങൾ ഇതെല്ലാം അള്ളാഹു നന്ദി കാട്ടിട്ട് ജീവിക്കുക ശ്രദ്ധിക്കണോ. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം ദീൻ ഒർക്കത്തുകയും തീവ്രവാദത്തുക്ക് അന്യായമായിട്ട് ഒരു കൊല്ലുറത് ഒർക്കത്തും അനുവദിക്കില്ല അല്ലെ. ഇസ്ലാമുടെ പേരിൽ എന്ത് ആരോപണാക്കിയെങ്കിലും പരിശുദ്ധ ഇസ്ലാം ദീൻ അന്യായമായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തുക്ക് പോലും തൊടകു അനുവദിക്കില്ല അല്ലേ. ഖുർആൻ പടിപാട്ടി തന്നല്ലേ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ദുനിയാവിലും ഒരാളെ കൊന്നിട്ടായെങ്കിൽ കഅന്നമാ ഖതലൻ നാസ ജമീഅ, ന്യായപ്രകാരമല്ലാണ്ട് ഒരു മനുഷ്യരെ അന്യായമായിട്ട് കൊന്നിട്ടായെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആൽമാരെ കൊന്നതുക്ക് സമാനായി തിക്കറ്. ഒമൻ അഹിയാഹ കഅന്നമാ അഹിയൻ നാസ ജമീഅ, ഒരാളെ ജീവിപ്പിച്ചിട്ടായെങ്കിൽ അവൻ ലോകത്തുള്ള മുഴുവൻ ആൽമാരെ ജീവിപ്പിച്ചതുക്ക് സമാനായി തിക്കറ്. അത്ര പടിപാട്ടതായ പരിശുദ്ധ ഇസ്ലാമുടെ പേരിൽ പല നിലക്കുള്ളതായി ആരോപണങ്ങളാക്കിക്കൊണ്ടുള്ളാർ. അത് വലിയ വിഷയം എന്തുമല്ല. പരിശുദ്ധ ഇസ്ലാം ദീനെ ആക്ഷേപിക്കപ്പെട്ട ഒരുപാട് ആൽമാർ കടന്നുപോയിരാർ, ആരോപണാക്കിയതായ ആൽമാർ കടന്നുപോയിരാർ. അങ്ങൊന്നും ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല, യഥാർത്ഥ രൂപത്തിൽ ജീവിച്ചു പോയ ആൽമാരല്ല. പരിശുദ്ധ ഇസ്ലാം ദീൻ ശക്തമായിട്ട് അക്രമത്തെ എതിർക്കർ. യാ ഇബാദി, അള്ളാഹു സുബ്ഹാനഹു തആല വിളിക്കർ, യാ ഇബാദി ഇന്നി ഹറംതുൽ ദുൽമ, നാന് അക്രമ ചൊല്ലത് അത് ഏത് നിലക്കുള്ളതായ അക്രമമാട്ടെ അത് നാന് ഹറാമാക്കിരേ. വജഅൽതു ബൈനക്കും മുഹറമ, നിങ്ങളുടെ ഇടയിലും പരസ്പര അക്രമാക്കുന്നത് അനീതി കാട്ടുന്നത് നാന് ഹറാമാക്കിര. അതുകൊണ്ട് ഫലാ തലാലമു, പരസ്പര അക്രമാക്കണ്ട. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടി തന്നതായി തിക്കറ്. പരിശുദ്ധ ഇസ്ലാം ദീൻ, ഇസ്ലാം ചൊല്ലത് ശാന്തിരെയും സമാധാനത്തെയും മതമായി തിക്കറ്. ആരെയും ആക്രമിക്കുക നോവിക്കുക പടിപാട്ടി തണ്ടില്ല. ഒരു ചെറിയ വസ്തു പോലും, ഒരു സൂചി പോലും ഇങ്ങനെ നേരെ കയ്യിലെടുത്ത് ഒരാളെ മുന്നൽ പോകു തീരാച്ചന്തായി തിക്കറ് ഇസ്ലാം പടിപാട്ടി തണ്ടേ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ പള്ളിയിൽ ഇതാ മർറ അഹദുക്കും ഫി മസ്ജിദിന ഔ ഫി സൂഖിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്കക്കേക്കും. ഞങ്ങളെ പള്ളിയിലാവട്ടെ, ഞങ്ങളെ ടൗണിലാവട്ടെ, ഞങ്ങളെ മാർക്കറ്റിലാവട്ടെ, വമാഹു നബുലുൻ, അവിടെ കയ്യിൽ ഒരു ബില്ല് പിടിച്ചിട്ട് അത് ബന്ധാക്കാമാറ് കവറാക്കാമാറ് പിടിച്ചിട്ട് പോകു തീറ ഫൽ യുംസിക് അലാ നിസാലിഹ ബി കഫിഹി, അവിടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോകണം. ഏതൊരു ഷാർപ്പായിത്തുള്ളേ ഒരു ആയുധം ഇങ്ങനെ കൊമ്പോണ്ടായെങ്കിൽ ഒരു കത്തി ഇങ്ങനെ പിടിച്ചോണ്ട് പോകണേ അവർ എതിർ ഇങ്ങനെ കൈ പിടിച്ചിട്ടവണ് പോകണം, ബന്ധാക്കിത്ത് പോകണോ ചെന്തായി തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടി തന്നെ തുസീബ അഹദ മിനൽ മുസ്ലിമീന ബിശൈഇൻ, ആരെങ്കിലും പോകുമ്പോഴത്തേക്കും ആരെങ്കിലും താകിപ്പോവും, ആരെങ്കിലും കുത്തു. അതുകൊണ്ടു ബില്ലെടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് ബില്ലും തൽവാറുമല്ല ഇന്തല്ലും കൊമ്പോമ്പൊത്തുക അത് ബന്ധാക്കിത്ത് പോകണോ. അത്രയും സൂക്ഷ്മതായി തിക്കറ് അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിത്തൻ്റെ. ലാ യുശീറു അഹദുക്കും അല അഖീഹി ബിസ്സലാഹ് അല്ലേ. തമാസക്ക് പോലും ഒരു കത്തിയെടുത്തിട്ട് ഒരു സഹോദരനെ മുന്നൽ കാട്ടോകു തീരാ ചെന്തായി തിക്കറ് ഇസ്ലാം പടിപാട്ടിത്തൻ്റെ. ഫഇന്നഹു ലാ യദ്രി ലഅല്ല ശൈത്താന യൻജു ഫി യദിഹി, അതെങ്ങാനും തപ്പിത്ത് ശൈത്താന് അതിലെ കത്തി കാട്ടുമ്പൊത്തുകു കുത്തകുള്ളതായ പ്രേരണ അവനക്ക് കൊടുക്കും. അതുകൊണ്ടൊത്തു കത്തി പോലും കാട്ടുകുത്തീറ, വെറുതെ പോലും കാട്ടുകുത്തീറ ചെന്തായി തിക്കറ് ഇസ്ലാം പടിപാട്ടി തന്നെ. അതുകൊണ്ടൊത്തു ഇസ്ലാം ദീൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദീനായി തിക്കറ്, സമാധാനത്ര ദീനായി തിക്കറ്. അതിന് അനുയായി മാറും അതുപോലെ ജീവിക്കുകയായി തിക്കറ് പഠിപ്പിക്കുന്നത്. ഉറക്കത്തുകും അനീതി കാട്ടുകു അക്രമ കാട്ടുകു ഇസ്ലാം പടിപാട്ടത്തില്ല. ആ നിലക്ക് ജീവിക്കൂ. ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുന്ന ചെന്ത ഈ സന്ദർഭത്തിൽ നിങ്ങളോട്ട് കേട്ടോണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുന്നതായ വിശ്വാസിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദം ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണോ ചെന്തിനർക്ക് നിങ്ങളൊട്ടിക്കലാണ് വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള വിശ്വാസിയുടെ ജീവന ചെല്ലത് ഏറ്റവും കഷ്ടപ്പാടുള്ളതായ ജീവനായി തിക്ര ദുനിയാവ് ചെല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നതുപോലെ അദ്ദുനിയ സിജിനുൽ മുഅ്മിൻ, ദുനിയാവ് ചെല്ലത് വിശ്വാസിക്ക് തോന്നിയതുപോലെ ജീവിക്കുള്ളതല്ല, കഷ്ടപ്പാടായി തിക്കറ്, സിജിനായി തിക്കറ്, ജയിലായി തിക്കറ്. പ്രയാസങ്ങളുണ്ടാവും, ആക്ഷേപങ്ങളുണ്ടാവും, അക്രമങ്ങളുണ്ടാവും. ഇതെല്ലാം ഉണ്ടായെങ്കിലും സ്വബറാക്കിത്ത് ജീവിക്കുക ഒരു വിശ്വാസി ശ്രദ്ധിക്കണം. ഇനി ഓരോ കാല പണ്ടതും ഓരോ തലമാറ് പണ്ടത് ഇനിയും ഓരോ വർഷ കടന്നു പണ്ടത് ഒരു നല്ല വർഷ ചന്ത് ഞങ്ങൾക്ക് ചെല്ലകു സാധ്യമല്ല. ഓരോ വർഷ കടന്നു വരുമ്പോഴത്തേക്ക് ഹാപ്പി ന്യൂ ഇയർ ചന്ത് ആഘോഷിക്കുന്നതായ ആൽമാറുണ്ട്. ഒരു ഹാപ്പിയും ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ടില്ല. വിശ്വാസിമാർക്ക് ഹാപ്പി ചെല്ല ഒരു വസ്തു ഉണ്ടാവില്ല. കഷ്ടപ്പാടായി തിക്കറ് ഓരോ വർഷ കടന്നു വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാടി തണ്ടില്ല, യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറും മിൻഹു. ഒരു സമാനം കടന്നു പോണ്ടില്ല ഒന്നുറെക്കാണ്ടി ഒന്ന് ഷർറല്ലാണ്ട്. ഈ വർഷത്തെ കാണ്ടി ഷർറ് അടുത്ത വർഷമായി തിക്കറ്, അടുത്തതിനെ കാട്ടി അതിന് മുന്നലത്തെ വർഷ. അത് ആറ് ഭരിച്ചെങ്കിലും, ആറ് ഏത് ഭരണാധികാരി വന്നെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾമാർ ഭരിച്ചെങ്കിലും, അധികാരം നടത്തിയെങ്കിലും, ഒരു വർഷം കടന്നു വേണ്ടത് അതിനെക്കാട്ടി ഷർറുള്ളതായ വർഷമായി തിക്കറ്. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളെ റബ്ബുരെ കണ്ടുമുട്ടിർത്തോലോ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാവും, ഷർറുണ്ടാവും ചന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിത്തണ്ട്. അപ്പം ആക്ഷേപങ്ങളും യാറ ഉണ്ടാവും, ആരോപണങ്ങളുണ്ടാവും. മുസ്ലിമീങ്ങളെ അല്ലെ ആൽമാർ കണക്കാക്കില്ല. ദില്ലത്ത് അല്ലേ യാറായിര് ആക്ഷേപങ്ങൾ എന്തുകൊണ്ടായി തിക്കറ്, അതുകൊള്ള കാരണവും ഞങ്ങൾക്ക് പടിപാട്ടിത്തണ്ട്. എപ്പായി തിക്കറ് മുസ്ലിമീങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നത്, ദില്ലത്തുണ്ടാവുന്നത്, നിന്യത നിസ്സാരമായി ആൽമാർ കണ്ടാർ ഒരു ബലയും കൊടുക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. എപ്പായി തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് ഇദാ തബായഅതും ബിൽ ഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറളീതും ബിസ്സർഇ. കച്ചവടത്തിൽ യാറ മുന്നൽ പോയിട്ടുള്ളാർ, അതുപോലെ ബഡ്ഡിയുമായിട്ടുള്ള വ്യവഹാരത്തിൽ നിങ്ങൾ യാറാവുമ്പൊത്തുകൂ. അതുപോലെ വതറക്തുമുൽ ജിഹാദ, നിങ്ങൾ ജിഹാദിനെ വിട്ടുവിട്ടാറ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാവത്താക്കുന്നത് നിങ്ങൾ വിട്ടുവിട്ടാർ. അങ്ങനെ സഹായാക്കുന്നത്, പ്രോത്സാഹനം കൊടുക്കുന്നത്, പഠിക്കുന്നത്, ദീന് പഠിക്കുന്നത്, ഖുർആൻ പഠിക്കുന്നത്, ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമ്പോത്തുകൂ സല്ലത്തല്ലാഹു അലൈക്കും ദുല്ലൻ, അള്ളാഹു നിങ്ങൾക്ക് നിന്യത ഇട്ട് കൊടുക്കുവാൻ, നിങ്ങളെ നിസ്സാരമാക്കുവാൻ, നിങ്ങൾക്കൊരു യാതൊരു ബലയും അള്ളാഹു ഇട്ട് കൊടുക്കല. ജിഹാദ് നിങ്ങൾ വിട്ടുവിട്ടെങ്കിൽ, അല്ലേ സംസാരത്തെ വിട്ടുവിട്ടെങ്കിൽ, നല്ല നല്ല പൽക്കത്തെ തൗഹീദിനെ ലാ ഇലാഹ ഇല്ലല്ലാ ദഅവത്ത് ഇതെല്ലാം വിട്ടുവിട്ടേണ്ടെങ്കിൽ അള്ളാഹു ദില്ലത്ത് നിങ്ങൾക്ക് തരുവാൻ. ലാ യൻസിഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലും, ലാ യൻസിഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. നിങ്ങൾ ദീനക്ക് മടങ്ങി പണ്ടെടുത്തോലോ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ദില്ലത്ത് കൊടുക്കുവാൻ, ദീനക്ക് മടങ്ങി പറയണം. ഖുർആൻ പഠിക്കുന്നതായ ആൽമാറാവണം, ദഅവത്താക്കിற ആൽമാറാവണം, തിന്മ കാണുമ്പോഴത്തേക്ക് എതിർക്കുന്നതായ ആൽമാർ ഉണ്ടാവണം. അപ്പോൾ ഈ തിക്കർ നിങ്ങൾക്ക് ഇസ്സത്ത് അല്ലാഹു തൻ്റെ പ്രതാപതണ്ടേ. നിങ്ങൾ ദാവത്തിലായി തിക്കർ ലാ ഇലാഹ ഇല്ലല്ലാ പ്രചാരത്തിലായി തിക്കർ നിങ്ങൾക്ക് ഇസ്സത്ത് തണ്ടേ. അതുകൊണ്ടെത്തു അങ്ങനെയുള്ള ആൽമാറായി തീരകൂ. തിന്മ കാണുമ്പോഴത്തേക്ക് എതിർക്കും, പഠിക്കും, ഖുർആൻ പഠിക്കുന്നതായ ആൽമാറായിട്ട് തീരകൂ. ശ്രദ്ധിക്കണോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.
വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖീമുസ്സലാം.